ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു ടെക് ടിപ്സിൻ്റെ ചാനലിൽ ഒത്തിരി ജോലികളുടെ ഒഴിവുകളാണ് പരിചയപ്പെടുത്താറുള്ളത്. അതിൽ പല ഡിഗ്രി പഠിച്ചവർക്ക്, പല സബ്ജക്ട്സിൽ പഠിച്ചവർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഫ്രഷർ വാക്കൻസിയും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനുള്ള വാക്കൻസീസൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ പരിചയപ്പെടുത്താറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഡേറ്റ് ഉണ്ടായിരിക്കും, ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് മുൻപേ തന്നെ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഒത്തിരി ജോലി സാധ്യതകളുള്ള ഒത്തിരി കാറ്റഗറീസിലുള്ള ജോബ്സ് നമ്മൾ ഈ ഒരു ചാനലിൽ കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റിലൊക്കെ ചോദിക്കുന്നത് നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്. കുറേ ആൾക്കാർ നോൺ ടീച്ചിങ് പോസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് BCom MCom ഒക്കെ പഠിച്ചവർക്ക് അക്കൗണ്ടിങ് ജോലികളും അങ്ങനെയൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലത്തെ ജോലികളൊക്കെ സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ഇതിൽ ഈ ഒരു ചാനലിൽ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഉച്ചയ്ക്ക് 12 മണിക്കും വൈകുന്നേരം 5 മണിക്കായിരിക്കും നമ്മുടെ ഈ ഒരു ടെക് ടിപ്സിൻ്റെ ചാനലിൽ വീഡിയോസ് വരാറ്. അതിലെല്ലാ തരത്തിലുള്ള ജോലികളും ഉണ്ട്. അപ്പോൾ വരുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ കൂടെ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും നമ്മുടെ വീഡിയോസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് സുപ്രീം കോർട്ടിൽ അസിസ്റ്റൻ്റ് ഒഴിവുകളെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ട ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് വീഡിയോയിൽ പറയാം. ഫ്രഷേഴ്സിനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനുള്ള ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. നാളേക്ക് മുൻപേ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ മറ്റുള്ള ഡീറ്റെയിൽസ് കാണാം. അതിന് മുൻപേ തന്നെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒഫീഷ്യൽ ലിങ്ക് ജസ്റ്റ് ഈ ഒരു സുപ്രീം കോർട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോവുക. അവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലെ അപ്ഡേറ്റ്സ് കാണാനായിട്ട് സാധിക്കും. അവിടെ ജസ്റ്റ് വ്യൂ ഓൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒത്തിരി പ്രസ് റിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് ലിങ്ക് ടു സബ്മിറ്റ് ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോം ഫോർ ദ പോസ്റ്റ് ഓഫ് സീനിയർ കോർട്ട് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ ജൂനിയർ കോർട്ട് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന കാണാം. അവിടെ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്, പ്രസ് റിലീസിൻ്റെ തൊട്ടടിയിൽ. അപ്പോൾ ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കാര്യങ്ങളൊക്കെ. അതായത് ഫുള്ള് അഡ്വർടൈസ്മെൻറ്റ് റീഡ് ചെയ്യാനായിട്ട് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ്റെ പേജ് കാണാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഇതുപോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്താലും മതി. 27-ാം തീയതി രാത്രി 11:45 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് ഫുള്ളായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കുക. എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ പിന്നെ ആ ഒരു ID വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 പോസ്റ്റാണ് വന്നിരിക്കുന്നത്. സീനിയർ കോർട്ട് അസിസ്റ്റൻറ്റ് കം സീനിയർ പ്രോഗ്രാമറും അതുപോലെ തന്നെ ജൂനിയർ കോർട്ട് അസിസ്റ്റൻറ്റ് കം ജൂനിയർ പ്രോഗ്രാമറുടെ ഒഴിവാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ സീനിയർ കോർട്ട് അസിസ്റ്റൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് 47,600 രൂപ മുതലാണ് ശമ്പളം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് വേണ്ട ഏജ് ലിമിറ്റ് 35 വയസ്സ് വരെ, 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസിലോട്ട് വരുവാണെങ്കിൽ BTech കഴിഞ്ഞവരായിരിക്കണം, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവരായിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു ഫീൽഡിൽ 6 ഇയേഴ്സ് എങ്കിലും എക്സ്പീരിയൻസ് വേണം. സീനിയർ കോർട്ട് അസിസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് അത്രയും ഒരു എക്സ്പീരിയൻസ് വെച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ സാധാരണ കമ്പ്യൂട്ടർ സയൻസിൽ BSc ഡിഗ്രി കഴിഞ്ഞവർക്കും ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ അവർക്ക് മാത്രം 7 വർഷം എക്സ്പീരിയൻസ് വേണം. അതല്ല മാസ്റ്റേഴ്സോ അതല്ലെങ്കിൽ BTech കഴിഞ്ഞവരാണെങ്കിൽ 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷനിലോട്ട് വരുവാണെങ്കിൽ റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റീവ് മോഡലുള്ള റിട്ടൺ ടെസ്റ്റ് ആയിരിക്കും വരുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ജനറൽ ഇംഗ്ലീഷ്, അവെയർനെസ്, റീസണിങ്, അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിനുശേഷം ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം പ്രാക്ടിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും ഇൻ്റർവ്യൂ പ്രൊസീജിയർ. കാരണം ഇത് അത്യാവശ്യം നല്ലൊരു പോസ്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയും സെക്ഷൻസ് ഇവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ കോർട്ട് അസിസ്റ്റൻറ്റ് കം ജൂനിയർ പ്രോഗ്രാമറുടെ പോസ്റ്റാണ്. സോ ഈ ഒരു 2 പോസ്റ്റിനും പ്രോഗ്രാമർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ട് പഠിച്ചവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് 35,400 രൂപയാണ് സാലറി എന്ന് പറയുന്നത്.
ഇതിൻ്റെ ഏജ് ലിമിറ്റിലോട്ട് വരുവാണെങ്കിൽ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. കറസ്പോണ്ടിങ് കാറ്റഗറീസിന്, ഷെഡ്യൂൾഡ് കാറ്റഗറീസിന് അതിൻ്റേതായിട്ടുള്ള ഏജ് റിലാക്സേഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എന്ന് പറയുന്നത് ഫ്രഷേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. ക്വാളിഫിക്കേഷനിലോട്ട് വരുവാണെങ്കിൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്, അതല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ടെക്നോളജി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫോർമേഷൻ, അതല്ലെങ്കിൽ BSc ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ബാച്ചിലർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അങ്ങനെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രിയോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങോ പാസ്സായവർക്ക് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഏത് ഇയർ പാസ് ഔട്ട് ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല, അപ്ലൈ ചെയ്യാം. ഫ്രഷർ പോസ്റ്റാണ് ഈ ഒരു ജൂനിയർ അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റ്. ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷനും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിട്ടൺ എക്സാം ഉണ്ട്, അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, പ്രാക്ടിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ രജിസ്ട്രേഷൻ ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നേരത്തെ കണ്ട ആ ഒരു രജിസ്റ്റർ ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ നേരത്തെ ആദ്യം പറഞ്ഞ ആ ഒരു പ്രൊസീജിയറിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രജിസ്റ്റർ ചെയ്യണ ബട്ടൺ കാണാം. അവിടെ ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക. ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഫീസ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ അകത്ത് ജനറൽ അല്ലെങ്കിൽ OBC കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 1000 രൂപയും SC/ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 250 രൂപ അടച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലോട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളതൊക്കെ ഇവരുടെ ഈ ഒരു ഫുൾ നോട്ടിഫിക്കേഷൻ്റെ അകത്ത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് വായിച്ച് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ നോർമലി പോലെ തന്നെ ഈ ഒരു രജിസ്റ്റർ ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. ഫീസും കൂടെ അടച്ചതിന് ശേഷമാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നത്. അതിനുശേഷം ഇതിന് അടങ്ങിയിട്ടുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ പോസ്റ്റ് ചെയ്യും. ഹോൾ ടിക്കറ്റും മറ്റുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഇമെയിൽ ID പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റൊരു ജോലിയുടെ ഒഴിവായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.